പഴമയുടെ ബിസിനസ്സിൻ്റെ സെൻ്ററാണ് കോഴിക്കോട്. നമ്മളെ വാസ്കോ ഡ ഗാമക്ക് മുന്നേ തന്നെ ആൾക്കാർ വരികയും ട്രേഡിങ് തുടങ്ങുകയും അന്നൊക്കെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് ഗോൾഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഗോൾഡ് ഓർ സിൽവർ ഒക്കെ കൊണ്ടുവന്നിട്ട് സ്പൈസസ് ഒക്കെ ഇവിടുന്ന് കയറ്റിയേക്കുന്ന കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ തിരിച്ചു കൊണ്ടുവരുന്ന. പിന്നെ അന്ന് ബാർട്ടർ സംവിധാനമായിരുന്നു, ബാർട്ടർ സംവിധാനമൊക്കെ ആയിരുന്നു. അപ്പം അതിന്നൊക്കെ മാറി ഒരു എന്താ പറയുക എക്കണോമിക് ചേഞ്ചസ് വേൾഡിൽ വളരെ പേസ് കൂടുതലുള്ള സമയമാണ്. പക്ഷെ ഇന്ത്യയിൽ ചെറിയ ചെറിയ പിന്നെ ഡെവലപ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യക്കാരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന നമ്മളെ പോപ്പുലേഷന് വലിയൊരു ഘടകമാണ്, മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ്. ഇത് ഗ്രാജ്വലി ഐഡൻറ്റിഫൈ ചെയ്ത് വന്നൊരു കോൺസെപ്റ്റാണ്. എസ്പെഷ്യലി അതിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു കൂടുതലായിട്ട് ആൾക്കാർ ഈ ബിസിനസ്സും കോർപ്പറേറ്റ് എന്നുള്ള ഒരു കൾച്ചറും ബോംബെയിലൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു സൗത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഫ്ലോ തുടങ്ങിയിട്ടുണ്ട്. ഈ തുടങ്ങുന്നതിൽ പിന്നെ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി റിഫോംസ് വലിയൊരു ഘടകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിലൊരു കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി മലബാർ ഏരിയയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ടേക്കിംഗ് ഓൺടർപ്രണേഴ്സാണ് കൂടുതലുള്ളത്. കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ വലിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച ഒരാൾക്കാരാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു എക്കണോമിക് കൾച്ചർ ക്ലൈമറ്റ് ഒന്നും ഇങ്ങോട്ട്